ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 100 മാർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ്. ഓൾറെഡി നമ്മൾ 3 സെറ്റ് മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വർക്കൗട്ട് ചെയ്യാത്തവർ ആ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കുറേയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം മോക്ക് ടെസ്റ്റുകൾക്ക് അതിൻ്റെ പ്രാധാന്യം കൊടുത്തിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇന്നും നമ്മൾ പതിവ് പോലെ മാത്സ് ഒഴികെയുള്ള 80 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം. ആരുടെ പൂർണ്ണകായ പ്രതിമയാണ് 2023 ജൂലൈയിൽ ബ്രിട്ടനിൽ വിംബിൾഡണിൽ അനാച്ഛാദനം ചെയ്തത്? ആരുടെ പൂർണ്ണകായ പ്രതിമയാണ് 2023 ജൂലൈയിൽ ബ്രിട്ടനിൽ വിംബിൾഡണിൽ അനാച്ഛാദനം ചെയ്തത്? സിസ്റ്റർ നിവേദിത. സംസ്ഥാന കർഷക അവാർഡുകളുടെ ഗണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൃഷിഭവനുകൾക്ക് നൽകാൻ തീരുമാനിച്ച പുരസ്കാരം ആരുടെ പേരിലാണ് നൽകുന്നത്? സംസ്ഥാന കർഷക അവാർഡുകളുടെ ഗണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൃഷിഭവനുകൾക്ക് നൽകാൻ തീരുമാനിച്ച പുരസ്കാരം ആരുടെ പേരിലാണ് നൽകുന്നത്? VV രാഘവൻ. എ വോക്ക് അപ്പ് ദി ഹിൽ ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? എ വോക്ക് അപ്പ് ദി ഹിൽ ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മാധവ് ഗാഡ്ഗിൽ. ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? തന്നിട്ടുള്ള 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രസ്താവന നോക്കാം. 2023 ജൂലൈയിൽ അന്തരിച്ച AP കുഞ്ഞിക്കണ്ണൻ വ്യവസായിയും മാഹി മലയാള കലാഗ്രാമം സ്ഥാപകനുമായ വ്യക്തിയാണ്. 2023 ജൂലൈയിൽ അന്തരിച്ച AP കുഞ്ഞിക്കണ്ണൻ വ്യവസായിയും മാഹി മലയാള കലാഗ്രാമം സ്ഥാപകനുമായ വ്യക്തിയാണ്. 2023 അന്തരിച്ച അച്ചാണി രവി എന്നറിയപ്പെട്ട K രവീന്ദ്രനാഥൻ നായർ മലയാള ചലച്ചിത്ര നിർമ്മാതാവും വ്യവസായിയുമായ വ്യക്തിയാണ്. 2023 അന്തരിച്ച അച്ചാണി രവി എന്നറിയപ്പെട്ട K രവീന്ദ്രനാഥൻ നായർ മലയാള ചലച്ചിത്ര നിർമ്മാതാവും വ്യവസായിയുമായ വ്യക്തിയാണ്. 2023 അന്തരിച്ച പ്രമുഖ മലയാളി ചിത്രകാരനായ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേരാണ് KM വാസുദേവൻ നമ്പൂതിരി. 2023 അന്തരിച്ച പ്രമുഖ മലയാളി ചിത്രകാരനായ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേരാണ് KM വാസുദേവൻ നമ്പൂതിരി. നഷ്ടബോധങ്ങളില്ലാതെ ഒരു അന്തർജനത്തിൻ്റെ ആത്മകഥ രചിച്ചത് 2023 ജൂലൈയിൽ അന്തരിച്ച മലയാളി എഴുത്തുകാരിയായ ദേവകി നിലയങ്ങോടാണ്. 4ാമത് ദേശീയ ജലശക്തി പുരസ്കാരത്തിൽ മികച്ച പഞ്ചായത്ത് വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയ കേരളത്തിലെ പഞ്ചായത്ത്? 4ാമത് ദേശീയ ജലശക്തി പുരസ്കാരത്തിൽ മികച്ച പഞ്ചായത്ത് വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയ കേരളത്തിലെ പഞ്ചായത്താണ് മാണിക്കൽ പഞ്ചായത്ത്. 2023 സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ? 2023 സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 202 ആണ്. 202. കേരള പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനായി നിയമിതനായത്? കേരള പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനായി നിയമിതനായത് ഡോക്ടർ VP ജോയ് ആണ്. VP ജോയ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ ഇതിൽ ആദ്യത്തെയും 2ാമത്തെയും പ്രസ്താവന ശരിയാണ്. യുവാക്കൾക്കിടയിൽ സാങ്കേതിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ 2023 പോളിടെക്നിക് ചലോ അഭിയാൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. യുവാക്കൾക്കിടയിൽ സാങ്കേതിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ 2023 പോളിടെക്നിക് ചലോ അഭിയാൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2023 500 മദ്യശാലകൾ അടച്ചുപൂട്ടിയ സംസ്ഥാനമാണ് തമിഴ്നാട്. 2023 500 മദ്യശാലകൾ അടച്ചുപൂട്ടിയ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇതും ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ സമീപകാല കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ സമീപകാല കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള സംസ്ഥാനം ഗോവയാണ്. അതും ശരിയായ പ്രസ്താവനയാണ്.
ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി നിലവിൽ വന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ്. കേരളം. രാജ്യത്താദ്യമായി കുട്ടികൾക്ക് വേണ്ടി ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിക്കുന്ന പോലീസ് സേന. രാജ്യത്താദ്യമായി കുട്ടികൾക്ക് വേണ്ടി ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിക്കുന്ന പോലീസ് സേന കേരള പോലീസാണ്. കേരള പോലീസ്. 2023 അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല. 2023 അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല കണ്ണൂരാണ്. കണ്ണൂരാണ്. ഇന്ത്യയുടെ കരാതിർത്തിയുടെ നീളം എത്ര കിലോമീറ്റർ ആണ്? ഇന്ത്യയുടെ കരാതിർത്തിയുടെ നീളം 15,200 കിലോമീറ്റർ ആണ്. 15,200. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. സത്പുരയുടെ റാണി. സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്മർഹിയാണ്. സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്മർഹി. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഉദകമണ്ഡലമാണ്. ഉദകമണ്ഡലം നീലഗിരിയുടെ റാണി. ഛോട്ടാ നാഗ്പൂരിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് നേതാർഹട്ടാണ്. നേതാർഹട്ടാണ് ഛോട്ടാ നാഗ്പൂരിൻ്റെ റാണി. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. കൊടൈക്കനാലാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്ന് അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. സുബൻസിരിയാണ് ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി. ഇന്ത്യയിൽ ആദ്യമായി 4 വരി എക്സ്പ്രസ് വേ നിലവിൽ വന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി 4 വരി എക്സ്പ്രസ് വേ നിലവിൽ വന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണ്. ദേശീയ ജലപാത 2 കടന്നു പോകുന്ന സംസ്ഥാനം. ദേശീയ ജലപാത 2 കടന്നു പോകുന്ന സംസ്ഥാനം ആസമാണ്. ആസാം. ബ്രോഡ് ഗേജ് തീവണ്ടിപ്പാതയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്ര മീറ്റർ ആണ്? ബ്രോഡ് ഗേജ് തീവണ്ടിപ്പാതയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്ര മില്ലിമീറ്റർ ആണ്? എത്ര മില്ലിമീറ്റർ ആണ്? 1.676 മില്ലിമീറ്റർ. 1.676 മില്ലിമീറ്റർ. ഇന്ത്യയിൽ ധാതുവിഭവങ്ങൾ അധികവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിലാണ്? ഇന്ത്യയിൽ ധാതുവിഭവങ്ങൾ അധികവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിലാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി. ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക. അതിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2, 3 ശരി. VO ചിദംബരനാർ തുറമുഖം തൂത്തുക്കുടി. VO ചിദംബരനാർ തുറമുഖം തൂത്തുക്കുടി തുറമുഖത്തിൻ്റെ പേരാണ്. കാമരാജൻ തുറമുഖം എന്നുള്ളത് ഏതാണ്? എണ്ണൂർ തുറമുഖമാണ്. ജവഹർലാൽ നെഹ്റു തുറമുഖം നവശേവ തുറമുഖമാണ്. അപ്പോൾ ഇത് 3 ശരിയായ പ്രസ്താവനകളാണ്. 4ാമത്തെ തെറ്റായ പ്രസ്താവനയാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം ഏതാണ്? കൊൽക്കത്ത തുറമുഖം എന്നാണ് പുതിയ പേര്. കൊൽക്കത്ത തുറമുഖം. ജാർഖണ്ഡിലെ നർവാബഹർ ഖനി ഏത് ധാതുവുമായി ബന്ധപ്പെട്ടതാണ്? ജാർഖണ്ഡിലെ നർവാബഹർ ഖനി ഏത് ധാതുവുമായി ബന്ധപ്പെട്ടതാണ്? യുറേനിയം. യുറേനിയവുമായി ബന്ധപ്പെട്ടതാണ് നർവാബഹർ ഖനി. ജാർഖണ്ഡിലാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ധനസഹായത്താൽ നിർമ്മിക്കുന്ന ചുഗ പ്രൊജക്റ്റ് ഏത് രാജ്യത്താണ്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ധനസഹായത്താൽ നിർമ്മിക്കുന്ന ചുഗ പ്രൊജക്റ്റ് ഏത് രാജ്യത്താണ്? ഭൂട്ടാൻ. ഭൂട്ടാനിലാണ്. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി 1918 ഇടപെട്ട പ്രാദേശിക സമരം. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി 1918 ഇടപെട്ട പ്രാദേശിക സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരം. 1946 ജൂണിൽ പീപ്പിൾ എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് രൂപം നൽകിയത്. 1946 ജൂണിൽ പീപ്പിൾ എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് രൂപം നൽകിയത് BR അംബേദ്കർ ആണ്. BR അംബേദ്കർ. കോൺഗ്രസ് നേതൃത്വത്തോട് ആലോചിക്കാതെ 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയെയും സഖ്യകക്ഷിയായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് പ്രവിശ്യാ മന്ത്രിസഭകൾ രാജിവെച്ചപ്പോൾ വൈസ്രോയി ആയിരുന്നത്. കോൺഗ്രസ് നേതൃത്വത്തോട് ആലോചിക്കാതെ 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയെയും സഖ്യകക്ഷിയായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് പ്രവിശ്യാ മന്ത്രിസഭകൾ രാജിവെച്ചപ്പോൾ വൈസ്രോയി ആയിരുന്നത് ആരാണ്? ലിങ്ലിത്തോ ആണ്. ലിങ്ലിത്തോ ആയിരുന്നു ആ സമയത്തെ വൈസ്രോയി എന്ന് പറയുന്നത്.
ആരെയാണ് മഹാത്മാഗാന്ധി വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള ആദ്യത്തെ സത്യാഗ്രഹിയായി തിരഞ്ഞെടുത്തത്? ആരെയാണ് മഹാത്മാഗാന്ധി വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള ആദ്യത്തെ സത്യാഗ്രഹിയായി തിരഞ്ഞെടുത്തത്? വിനോബാ ഭാവെ. വിനോബാ ഭാവെ. ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം. ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്ന് നിർത്തിവെച്ച പ്രക്ഷോഭമാണ് സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം. സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഈ തന്നിട്ടുള്ളതിൽ ഏതെല്ലാമാണ് ശരിയായ പ്രസ്താവനകൾ? 1, 2, 4 ശരിയായ പ്രസ്താവനകൾ. രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഷാബാനു കേസിലെ സുപ്രീം കോടതി വിധിയെ തുടർന്ന് മുസ്ലിം വിമൻ ആക്ട് പാസാക്കിയത്. രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഷാബാനു കേസിലെ സുപ്രീം കോടതി വിധിയെ തുടർന്ന് മുസ്ലിം വിമൻ ആക്ട് പാസാക്കിയത്. രാജീവ് ഗാന്ധി വധത്തിൽ പങ്കുണ്ടെന്ന് ജെയിൻ കമ്മീഷൻ പരാമർശം നടത്തിയ വിവാദ സന്യാസിയാണ് ചന്ദ്രസ്വാമി. രാജീവ് ഗാന്ധി വധത്തിൽ പങ്കുണ്ടെന്ന് ജെയിൻ കമ്മീഷൻ പരാമർശം നടത്തിയ വിവാദ സന്യാസിയാണ് ചന്ദ്രസ്വാമി. രാജീവ് ഗാന്ധി വധം സംബന്ധിച്ച CBI പ്രത്യേക അന്വേഷണ സംഘത്തെ നയിച്ചത് DR കാർത്തികേയനാണ്. രാജീവ് ഗാന്ധി വധം സംബന്ധിച്ച CBI പ്രത്യേക അന്വേഷണ സംഘത്തെ നയിച്ചത് DR കാർത്തികേയനാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. കോൺഗ്രസ് അധ്യക്ഷ പദവിയിലിരിക്കെ വധിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് രാജീവ് ഗാന്ധി. കോൺഗ്രസ് അധ്യക്ഷത പദവിയിലിരിക്കെ വധിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് രാഷ്ട്രപതിയായിരുന്നത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് രാഷ്ട്രപതിയായിരുന്നത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഗ്യാനി സെയിൽ സിംഗ്. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് 1998 ഇന്ത്യ അണുവിസ്ഫോടന പരീക്ഷണം നടത്തിയത്? ഓപ്പറേഷൻ ശക്തി. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് 1998 ഇന്ത്യ അണുവിസ്ഫോടന പരീക്ഷണം നടത്തിയത്? AB വാജ്പേയി. AB വാജ്പേയി. ജവഹർലാൽ നെഹ്റു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാനുമായി ഡൽഹി ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാനുമായി ഡൽഹി ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചത് ആരാണ്? ശ്യാമപ്രസാദ് മുഖർജി. ശ്യാമപ്രസാദ് മുഖർജിയാണ്. താഴെ പറയുന്നവ പരിഗണിക്കുക. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ ക്യാബിനറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൂടാതെ ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളാണ് ഉണ്ടായിരുന്നത്? സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ ക്യാബിനറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൂടാതെ ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളാണ് ഉണ്ടായിരുന്നത്? ഹിന്ദു മഹാസഭ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ, പാന്തിക് പാർട്ടി. ഹിന്ദു മഹാസഭ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ, പാന്തിക് പാർട്ടി. മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 26 അനുച്ഛേദം 26. അനുച്ഛേദം 26. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസുമായി താരതമ്യപ്പെടുത്തിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളെ 1935 ഗവൺമെന്റ് ഓഫ് ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനുമായി താരതമ്യപ്പെടുത്തിയത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിന് താഴെ സത്യമേവ ജയതേ എന്നെഴുതിയിരിക്കുന്നത് ഏത് ലിപിയിലാണ്? ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിന് താഴെ സത്യമേവ ജയതേ എന്നെഴുതിയിരിക്കുന്നത് ദേവനാഗരി ലിപിയിലാണ്. ദേവനാഗരി ലിപി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. ആദ്യത്തെ പ്രസ്താവന, ദേശീയ പതാകയുടെ യശസ്സിന് കോട്ടം തട്ടാത്ത വിധത്തിൽ ഏത് സമയത്തും ദേശീയ പതാക പാറിക്കാനുള്ള അനുവാദം ലഭ്യമാക്കാനിടയാക്കിയ കേസിന് നിദാനമായ വ്യവസായിയാണ് നവീൻ ജിന്തൽ. ദേശീയ പതാകയുടെ യശസ്സിന് കോട്ടം തട്ടാത്ത വിധത്തിൽ ഏത് സമയത്തും ദേശീയ പതാക പാറിക്കാനുള്ള അനുവാദം ലഭ്യമാക്കാനിടയാക്കിയ കേസിന് നിദാനമായ വ്യവസായിയാണ് നവീൻ ജിന്തൽ.
അത് ശരിയായ പ്രസ്താവനയാണ്. ഇനി രാജ്യം സ്വതന്ത്രമായപ്പോൾ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉയർത്തിയ ദേശീയ പതാക ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ഡൽഹിയിലെ ആർമി ബാറ്റിൽ ഓണേഴ്സ് മെസ്സിലാണ്. രാജ്യം സ്വതന്ത്രമായപ്പോൾ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉയർത്തിയ ദേശീയ പതാക ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ഡൽഹിയിലെ ആർമി ബാറ്റിൽ ഓണേഴ്സ് മെസ്സിലാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. ജനഗണമനയിൽ പരാമർശിക്കുന്നതും ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ലാത്തതുമായ പ്രദേശം. ജനഗണമനയിൽ പരാമർശിക്കുന്നതും ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ലാത്തതുമായ പ്രദേശമാണ് സിന്ധ്. വിവരാവകാശ നിയമപ്രകാരമുള്ള രണ്ടാം അപ്പീൽ തീർപ്പാക്കുന്നതിനുള്ള കാലപരിധി. വിവരാവകാശ നിയമപ്രകാരമുള്ള രണ്ടാം അപ്പീൽ തീർപ്പാക്കുന്നതിനുള്ള കാലപരിധി നിഷ്കർഷിച്ചിട്ടില്ല. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ നാമം. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ നാമം നെലംബോ ന്യൂസിഫറ. സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് കമ്മീഷണർമാർ എന്നിവരെ നിയമനത്തിന് ശുപാർശ ചെയ്യുന്ന സമിതിയുടെ തലവൻ. സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് കമ്മീഷണർമാർ എന്നിവരെ നിയമനത്തിന് ശുപാർശ ചെയ്യുന്ന സമിതിയുടെ തലവൻ ആരാണ്? മുഖ്യമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയാണ് ഫാത്തിമ ബീവി. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1, 3 ശരിയായ പ്രസ്താവനകളാണ്. 1, 3, 4 ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദ് ഹൈക്കോടതിയിലാണ്. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദ് ഹൈക്കോടതിയിലാണ്. ഹൈക്കോടതി ജഡ്ജി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. ഹൈക്കോടതി ജഡ്ജി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് പ്രസിഡന്റിനാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന, കർത്തവ്യ ലംഘനം നടത്തിയാൽ പാർലമെന്റിന്റെ ശുപാർശ പ്രകാരം ഹൈക്കോടതി ജഡ്ജിമാരെ പിരിച്ചുവിടുന്നത് പ്രസിഡന്റാണ്. കർത്തവ്യ ലംഘനം നടത്തിയാൽ പാർലമെന്റിന്റെ ശുപാർശ പ്രകാരം ഹൈക്കോടതി ജഡ്ജിമാരെ പിരിച്ചുവിടുന്നത് പ്രസിഡന്റാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ പരിധിയിൽ വരുന്ന ഹൈക്കോടതിയാണ് ഗുവാഹട്ടി ഹൈക്കോടതി. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ പരിധിയിൽ വരുന്ന ഹൈക്കോടതിയാണ് ഗുവാഹട്ടി ഹൈക്കോടതി. താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക. പമ്പയുടെ പോഷക നദികൾ ഏതെല്ലാം? ഇതിൽ പമ്പയുടെ പോഷക നദികൾ അഴുതയാർ, കക്കട്ടാർ, അച്ചൻകോവിലാർ. അഴുതയാർ, കക്കട്ടാർ, അച്ചൻകോവിലാർ. മുതിരമ്പുഴ എന്നത് പെരിയാറിൻ്റെ പോഷക നദിയാണ്. മുതിരമ്പുഴ പെരിയാറിൻ്റെ പോഷക നദിയാണ്. ഏത് തടാകത്തിൻ്റെ തീരത്താണ് വൈക്കം? ഏത് തടാകത്തിൻ്റെ തീരത്താണ് വൈക്കം? വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്. വേമ്പനാട്ട് കായൽ. പന്നിമൂക്കൻ തവളകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വന്യജീവി സങ്കേതം. പന്നിമൂക്കൻ തവളകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഇന്ദിരാഗാന്ധി. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ച വ്യവസായ സംരംഭം. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ച വ്യവസായ സംരംഭം കണ്ണൻ ദേവൻ കമ്പനിയാണ്. പട്ടിക ചേർക്കാനാണ്. അപ്പോൾ ഇതിൽ കല്ലാർകുട്ടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. കല്ലാർകുട്ടി അണക്കെട്ട് ഇടുക്കി ജില്ല. മൂഴിയാർ അണക്കെട്ട് പത്തനംതിട്ട ജില്ല. ചുള്ളിയാർ അണക്കെട്ട് പാലക്കാട് ജില്ലയിലാണ്. ഇടമലയാർ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷനായ മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷനായ മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ കേരളീയനായ മാനുവൽ ഫെഡറിക് ഏതു വർഷമാണ് ഒളിമ്പിക് മെഡൽ നേടിയത്?
ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ കേരളീയനായ മാനുവൽ ഫെഡറിക് 1972 ഒളിമ്പിക് മെഡൽ നേടിയത്. 1972. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗമാണ് ഇടനാട്. ഇടനാടിലാണ് ഏറ്റവും കൂടുതൽ വിളവൈവിധ്യം ഉള്ളത്. മലയോര സുഖവാസ കേന്ദ്രമായ പൊന്മുടി ഏത് ജില്ലയിലാണ്? മലയോര സുഖവാസ കേന്ദ്രമായ പൊന്മുടി തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് 1948 പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായ ആദ്യത്തെയും അവസാനത്തെയും നേതാവ്. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് 1948 പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായ ആദ്യത്തെയും അവസാനത്തെയും നേതാവ് ഇക്കണ്ട വാര്യറാണ്. ഇക്കണ്ട വാര്യർ. എവിടെ നടന്ന രാഷ്ട്രീയ സമ്മേളനമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രചോദനമായത്? എവിടെ നടന്ന രാഷ്ട്രീയ സമ്മേളനമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രചോദനമായത്? വടകര. വടകരയിൽ നടന്ന സമ്മേളനമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രചോദനമായത്. ഏത് രാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്നത്? തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്നത് ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. ചിത്തിര തിരുനാൾ. ഇനി പട്ടിക 1, 2 ആണ്. ഒരു സംഭവങ്ങളും അത് നടന്ന ജില്ലയുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പുന്നപ്ര വയലാർ സമരം നടന്നത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. പുന്നപ്ര വയലാർ സമരം ആലപ്പുഴ. വൈക്കം സത്യാഗ്രഹം കോട്ടയം. വൈക്കം സത്യാഗ്രഹം കോട്ടയം. ഗുരുവായൂർ സത്യാഗ്രഹം തൃശ്ശൂരാണ്. വൈക്കം സത്യാഗ്രഹം കോട്ടയത്താണ്. ഗുരുവായൂർ സത്യാഗ്രഹം തൃശ്ശൂരാണ്. കയ്യൂർ സമരം നടന്നത് കാസർഗോഡാണ്. കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ്. പട്ടം താണുപിള്ള അറസ്റ്റിലായപ്പോൾ ഉത്തരവാദ പ്രക്ഷോഭ സമിതിയുടെ 2ാം ഡിക്റ്റേറ്ററായത്? പട്ടം താണുപിള്ള അറസ്റ്റിലായപ്പോൾ ഉത്തരവാദ പ്രക്ഷോഭ സമിതിയുടെ 2ാം ഡിക്റ്റേറ്റർ ആയത് NK പത്മനാഭപിള്ളയാണ്. NK പത്മനാഭപിള്ള. ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം തയ്യാറാക്കിയത്? ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം തയ്യാറാക്കിയത്? കാവുംകോട് ഭാർഗവി. കാവുംകോട് ഭാർഗവി. മാൻമാർക്ക് കുട അക്ഷരാഭ്യാസം നേടിയ ശേഷം ഒരാൾ ആദ്യമായി വായിച്ച വാക്കുകളാണിത്. സ്വസമുദായത്തിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിച്ച ഈ സാമൂഹ്യ പരിഷ്കർത്താവ്. മാൻമാർക്ക് കുട അക്ഷരാഭ്യാസം നേടിയ ശേഷം ഒരാൾ ആദ്യമായി വായിച്ച വാക്കുകളാണിത്. സ്വസമുദായത്തിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിച്ച ഈ സാമൂഹ്യ പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട്. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1ാമത്തെ പ്രസ്താവന ശരിയാണ്. 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. പ്രോ പേട്രിയ എന്ന തൂലികാ നാമത്തിൽ മദ്രാസ് സ്റ്റാൻഡേർഡിൽ ലേഖനങ്ങൾ എഴുതിയത് GP പിള്ളയാണ്. പ്രോ പേട്രിയ എന്ന തൂലികാ നാമത്തിൽ മദ്രാസ് സ്റ്റാൻഡേർഡിൽ ലേഖനങ്ങൾ എഴുതിയത് GP പിള്ളയാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. ഇനി 2ാമത്തെ പ്രസ്താവന മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് GP പിള്ള രചിച്ച പുസ്തകമാണ് വിദേശീയ മേധാവിത്വം. അത് തെറ്റായ പ്രസ്താവനയാണ്. CV രാമൻ പിള്ളയാണ് വിദേശീയ മേധാവിത്വം എന്ന പുസ്തകം രചിച്ചത്. CV രാമൻ പിള്ള. അടുത്ത ക്വസ്റ്റ്യൻ. ചട്ടമ്പി സ്വാമികളുടെ വേർപാടിൻ്റെ വേളയിൽ സമാധി സപ്തകം എന്ന കൃതി രചിച്ചത്? ചട്ടമ്പി സ്വാമികളുടെ വേർപാടിൻ്റെ വേളയിൽ സമാധി സപ്തകം എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. എല്ലാ സ്ഫോടക വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? നൈട്രജൻ ആണ്. എല്ലാ സ്ഫോടക വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന മൂലകം നൈട്രജൻ ആണ്. ഏറ്റവും ഇലക്ട്രോപോസിറ്റീവായ മൂലകം സീഷ്യമാണ്. ഏറ്റവും ഇലക്ട്രോപോസിറ്റീവായ മൂലകം സീഷ്യമാണ്. അണുസംഖ്യ 100 മൂലകം ഏതാണ്? ഫെർമിയമാണ്. ഫെർമിയമാണ് അണുസംഖ്യ 100 മൂലകം. ഹൈഡ്രജന് ആ പേര് നൽകിയത് ആരാണ്? ഹൈഡ്രജന് ആ പേര് നൽകിയത് ലാവൂസിയെ ആണ്. ലാവൂസിയെ ആണ്.
ഇത്തായി രോഗത്തിന് കാരണമായ മൂലകം. ഇത്തായി രോഗത്തിന് കാരണമായ മൂലകം കാഡ്മിയമാണ്. ഇത്തായി എന്ന രോഗത്തിന് കാരണം. പേരിന് അപരിചിതൻ എന്നർത്ഥമുള്ള മൂലകം. പേരിന് അപരിചിതൻ എന്നർത്ഥമുള്ള മൂലകം സെനനാണ്. അപരിചിതൻ സെനനാണ്. ടയർ, ചെരുപ്പ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ. ടയർ, ചെരുപ്പ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ ഏതാണ്? സ്റ്റെറീൻ ബ്യൂട്ടാഡൈൻ റബ്ബറാണ് ടയർ, ചെരുപ്പ് എന്നിവ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. വാഹനങ്ങളിൽ കൂളൻ്റായി ജലം ഉപയോഗിക്കാൻ കാരണം അതിന് വിശിഷ്ട താപധാരിത കൂടുതലായതുകൊണ്ടാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് നോക്കേണ്ടത്. താപനില വർദ്ധിക്കുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി കുറയുന്നു. ശരിയായ പ്രസ്താവനയാണ്. താപനില വർദ്ധിക്കുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം കൂടുന്നു. ശരിയായ പ്രസ്താവനയാണ്. ഉയരം കൂടുന്തോറും ബാരോമീറ്ററിലെ രസനിരപ്പ് ഉയരുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഉയരം കൂടുന്തോറും ബാരോമീറ്ററിലെ രസനിരപ്പ് കുറയുകയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയുന്നു. ഇതും ശരിയായ പ്രസ്താവനയാണ്. കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനം ഭ്രമണമാണ്. കേവല പൂജ്യം എന്നറിയപ്പെടുന്നത് -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. -273 ഡിഗ്രി സെൽഷ്യസ്. നെഗറ്റീവ് താപനില കാണിക്കാത്ത സ്കെയിൽ കെൽവിൻ സ്കെയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗം. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗം ഏതാണ്? അൽഷിമേഴ്സ് ആണ് നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്നത്. അത്ലറ്റ്സ് ഫൂട്ട് എന്ന അസുഖത്തിന് കാരണം ഫംഗസ് ആണ്. ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗമാണ് അത്ലറ്റ്സ് ഫൂട്ട്. കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥി. അടുത്ത് പട്ടിക 1ഉം 2ഉം തമ്മിൽ യോജിപ്പിക്കാനാണ്. പദ്ധതികളും അതിൻ്റെ ഗുണഭോക്താക്കളും. സാന്ത്വന പരിചരണം ആർക്കാണ്? കിടപ്പ് രോഗികൾക്കാണ്. കിടപ്പ് രോഗികൾ. സുഹൃതം ക്യാൻസർ രോഗികൾ. അക്ഷയ കേരളം ക്ഷയരോഗികൾ. ആയുർദളം എയ്ഡ്സ് രോഗികൾ. ഓപ്ഷൻ സി ആണ് ആൻസർ. തീവ്രപ്രകാശത്തിൽ കണ്ണിലെ കൃഷ്ണമണിക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു? കൃഷ്ണമണികൾ ചുരുങ്ങാണ് ചെയ്യുന്നത്. തീവ്രപ്രകാശം അടിക്കുമ്പോൾ കൃഷ്ണമണി ചുരുങ്ങുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. 1973 ഏത് സംഘടനയാണ് സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിച്ചത്? 1973 ഏത് സംഘടനയാണ് സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിച്ചത്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശങ്ങളും പേശീകോശങ്ങളും തമ്മിലോ ബന്ധിപ്പിക്കുന്ന ഭാഗം. രണ്ട് നാഡീകോശങ്ങളും പേശീകോശങ്ങളും തമ്മിലോ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സിനാപ്സ് ആണ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓക്കെ, അപ്പോൾ ഇതിലെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് എക്സിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ. രണ്ട് ജീവഗണങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒന്നിന് ദോഷവും രണ്ടാമത്തേതിന് ഗുണമോ ദോഷമോ ഉണ്ടാക്കാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് അമെൻസാലിസം. രണ്ട് ജീവഗണങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒന്നിന് ദോഷവും രണ്ടാമത്തതിന് ഗുണമോ ദോഷമോ ഉണ്ടാകാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് കമൻസാലിസം.
വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർധനയ്ക്ക് വേണ്ട സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർധനയ്ക്ക് വേണ്ട സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. ഇനി ഒരു മൃഗത്തിൻ്റെയോ സൂക്ഷ്മജീവിയുടെയോ സസ്യത്തിൻ്റെയോ സ്വാഭാവിക ഭവനത്തെ ആവാസ കേന്ദ്രം അഥവാ ഹാബിറ്റാറ്റ് എന്ന് വിളിക്കുന്നു. ഒരു മൃഗത്തിൻ്റെയോ സൂക്ഷ്മജീവിയുടെയോ സസ്യത്തിൻ്റെയോ സ്വാഭാവിക ഭവനത്തെ ആവാസ കേന്ദ്രം അഥവാ ഹാബിറ്റാറ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ എല്ലാ പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബാക്ടീരിയൽ രോഗമല്ലാത്തത്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളതിൽ ബാക്ടീരിയൽ രോഗമല്ലാത്തത് നിപയാണ്. നിപ വൈറസ് രോഗമാണ്. ക്ഷയം, ആന്ത്രാക്സ്, ദിഫ്തീരിയ എന്നതൊക്കെ എന്താണ്? ബാക്ടീരിയ രോഗങ്ങളാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. കുരുമുളകാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്. കുരുമുളക്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻസ്. 80 ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ 80% എന്താ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവരും പഠിക്കുക. മുമ്പിട്ടിട്ടുള്ള 3 മോഡൽ എക്സാംസും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്